ഇപ്പോൾ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അരുൺ മാതേശ്വരൻ. നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ധനുഷിൻ്റെ, അതൊരു ശിവരാജ് കുമാറൊക്കെ അഭിനയിച്ച ഒരു സിനിമ, അത്യാവശ്യം നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ആ ഒരു സിനിമ ഇപ്പോൾ ലോകേഷിൻ്റെ ഒരു ടീസറൊക്കെ റിലീസായിരിക്കുന്നത്. പക്ഷേ ആ ഒരു ടീസർ റിലീസായപ്പോഴും കുറേ ട്രോളുകൾ വീണ്ടും വന്നിട്ടുണ്ട്. അതായത് അതിൽ നമുക്കറിയാം ലോകേഷിൻ്റെ തന്നെ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മേക്ക് ഓവർ കാര്യങ്ങൾ, കുറേ വയലൻസും ബ്ലഡും ഒക്കെ ചേർത്തിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്ററുള്ള വിജയ് സേതുപതിയുടെ ക്യാരക്ടർ അതുമായിട്ടൊക്കെ ഒരു കണക്റ്റഡ്. അപ്പോൾ ലോകേഷ് അത് ലോകേഷിന് പറ്റുന്ന പണിയല്ല, അല്ലെങ്കിൽ ലോകേഷ് അതിൽ ആപ്റ്റല്ല, ഒരു മിസ്കാസ്റ്റ് ആവുന്ന രീതിയിൽ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ വേറെ രീതിയിൽ ലോകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുകൾ പോസ്റ്റുകളുണ്ട്. അതായത് ലോകേഷ് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല അങ്ങനെ ത്രൂ ഔട്ട് റോളൊക്കെ. നമുക്ക് മാസ്റ്ററിലൊരു ചെറിയൊരു വേഷം, പിന്നെ ഈ അടുത്ത് വേറെ ഒരു സിനിമയിലൊക്കെ ചെറിയ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി ഹാസൻ്റെ കൂടെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ലോകേഷ് ഒരു ഹീറോ ആയിട്ടൊന്നല്ല, ഒരു ക്യാരക്ടർ റോളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകേഷിലെ നടനെ നമുക്ക് വിലയിരുത്താൻ ഇപ്പോൾ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു സിനിമ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. നമുക്ക് ലോകേഷ് നമുക്കൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ അനിരുദ്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എന്താ പറയുക, തമാശ രൂപേണ പറയും, കൊടുത്ത കാശിനെക്കാട്ടും ഇരട്ടി പണിയെടുക്കുന്ന ഒരാളാണ് അനിരുദ്ധ്. നമുക്കറിയാം അനിരുദ്ധിൻ്റെ ജയിലർ ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, വീക്കാണ് എന്ന് തോന്നുന്ന പല സീൻസിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലൊക്കെ എപ്പോഴെങ്കിലും കുറച്ച് വീക്കായാൽ അത് അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക്കോട് കൂടി അപ്പാക്കുന്ന ഒരാളാണ് അനിരുദ്ധ്.